ഇപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇന്നും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, വളാഞ്ചേരി ടു കുറ്റിപ്പുറം NH66 ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വളാഞ്ചേരി ടു കുറ്റിപ്പുറം കടന്നു പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടപ്പാറ അടിയിൽ കൂടെയാണ് നമ്മളെ NH66 കടന്നു പോകുന്നത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പാലത്തിൻ്റെ മേലെ വെക്കണ കോൺക്രീറ്റിൻ്റെ ഒരു ബീമുണ്ട്. ആ ബീം ഉണ്ടാക്കുന്നതും അത് എവിടെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഇവിടുന്നാണ്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടതും കുറേ സ്ലാബ് വാർത്ത് വെച്ചതും പിന്നെ ആ കാണുന്നതാണ് സ്ലാബ് പൊക്കണ ക്രെയിൻ. ഇത് അവിടുന്ന് വാർത്തിട്ട് ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന ക്രെയിൻ അതാണ്. അപ്പോൾ അവിടെ തന്നെയാണ് സ്ലാബ് ഇട്ട് വാർക്കുന്നതും കാര്യങ്ങളും നനച്ച് ഇത്രയും ദിവസം നനക്കലും കാര്യമൊക്കെ അവിടെ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോണ ഇതിൽ അവിടെ പണിക്കാർ നനക്കണമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നനക്കുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും ദൂരത്തൊരു കൈ പോലെ ഇങ്ങനെ അപ്പുറത്തേക്ക് തൂക്കിയിട്ടതാണ്. നമ്മളെ കൈ പോലെ തൂക്കിയിട്ട ഭാഗമാണ്. കോൺക്രീറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അച്ചിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കയറാൻ ശ്രമിച്ചു. ഇപ്പോൾ നിങ്ങൾ നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നാണ്ട് ശ്രമിച്ചില്ല. അല്ലെങ്കിൽ ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിന്. പിന്നെ ഇവിടുന്ന് ഒരുപാട് സ്ലാബുകൾ ഇങ്ങനെ വരിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ഇടങ്ങറയും ഇതിൽ കൂടെയുള്ള കുറച്ച് ഡേഞ്ചറായി. കാരണം വർക്ക് നടക്കുന്നതുകൊണ്ട് കമ്പി കഷ്ണമായാലും ആണി കഷ്ണമായാലും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടിമേ ടയറുമേ കയറിയാൽ പണി കിട്ടും. അപ്പം അതൊക്കെ മുൻകൂട്ടി കരുതിക്കൊണ്ടാണ് ഈ നിങ്ങൾക്കും വേണ്ടി ഈ കാഴ്ചകൾ തരാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോയത്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. രണ്ട് സൈഡിലും സ്ലാബ് ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചില ഭാഗത്ത് ചളിപിളിയായ ഘട്ടങ്ങളുണ്ടായി. ഇടയ്ക്ക് ഉഗ്ഗാൻ പോയത് ഉഗ്ഗാതെ രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും സ്ലാബ് ഇങ്ങനെ വരിക്ക് അടിച്ചിട്ടുണ്ട്. ഏകദേശം കുറ്റിപ്പുറം എത്തുന്നതിൻ്റെ മുന്നേ വരെയാണ് ഈ സ്ലാബ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇവിടെ പോയാലും രണ്ട് ഭാഗമായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒന്ന് കുറ്റിപ്പുറത്തേക്ക് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണ വഴി. ഇനി പാലം പണി ഇനി അടക്കം ഉണ്ടാവും നമുക്കറിയില്ല. ഈ ഇപ്പോൾ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വട്ടപ്പാറ അടി റോഡിൻ്റെ താഴെത്തും ഈ നേരെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഷോർട്ട് കട്ട് ഉണ്ട് നേരെ അവിടേക്ക് കയറാനായിട്ടുള്ള ഷോർട്ട് കട്ട് കുറച്ച്. പക്ഷേ ഇതിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ഡേഞ്ചർ. കാരണം എന്തൊക്കെ സാധനങ്ങൾ ഇരുമ്പിൻ്റേതായാലും കോൺക്രീറ്റിൻ്റെ ആയാലും താഴത്തേക്ക് എടുത്തിട്ടുണ്ട് ആവശ്യമായിട്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ തലമ തട്ടാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. ഭയങ്കര റിസ്ക്കിന് പോകുന്നത്. അതിൻ്റെ അടിയിൽ കൂടെ ക്രെയിനും കാര്യങ്ങളും ഓരോ സംഭവങ്ങൾ പൊന്തിച്ചിട്ട് മറ്റേ ഈ തൂണുമ വെക്കലും കുറച്ച് മെനക്കെടയിന്ന് പറയാം. നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാം. പേടിച്ചിട്ടാണ് പോയിരുന്നത്. കാരണം
ഇരുമ്പിൻ്റെ ഓരോ സാധനങ്ങൾ ബംഗാളികൾ താഴ്ത്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ തലമ കൊള്ളാതെ അങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് അവിടെ വരെ എത്തിയെന്ന് പറയാം. ഒറ്റ ഡേഞ്ചർ അതിന് പോക്ക്. അഥവാ ഇരുമ്പും കണ്ടൊക്കെ തലമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പോയി ബ്ലോഗറെ തലയ്ക്ക് ഇരുമ്പും കണ്ട വീഴുന്ന ആ പേരൊന്നും വരാതിരിക്കാൻ നല്ല ശ്രദ്ധിച്ചിട്ടാണ് പോയത്. ബാക്കി വീഡിയോയിൽ കണ്ടോളൂ. ആ പാലത്തിൻ്റെ എന്താ ഭംഗിയാണ്. ക്രൈമീൻ തട്ടാതെ മുട്ടാതൊക്കെയാണ് പോയത്.